ചേച്ചി, ഇന്നലെ വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ദാരുണം എന്നൊക്കെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു തീവ്രത അനുസരിച്ചുകൊണ്ടാണ്. അതായത് ജില്ലാ കോടതിയിൽ, തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ ജില്ലാ കോടതിയിലെ ഒരു അഭിഭാഷകയായിട്ടുള്ള ശ്യാമിനി, 26 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു അഭിഭാഷകയെ അവരുടെ സീനിയർ ആയിട്ടുള്ള ബേലിൻ ദാസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ ഒക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം മുഖമാകെ വലിയ പാടുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷെ പോലീസിന് ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബാർ അസോസിയേഷൻ ഈ പറയുന്ന വ്യക്തിയെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിയമം നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നീതി വാങ്ങിക്കൊടുക്കേണ്ട അഭിഭാഷകർ തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരാളെ ആക്രമിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, ഏറ്റവും ദാരുണമായ, കേരളത്തിലെ സ്ത്രീകൾക്കാകെ അപമാനമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. കേരളത്തിലെ സ്ത്രീകൾക്കാകെ അപമാനം എന്ന് പറയുമ്പോൾ കേരളം വളരെ പുരോഗമിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ അളവ് തോന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളെ അംഗീകരിക്കാൻ, സ്ത്രീകളെ, സഹജീവികളെ സ്വന്തം കൂടെ ചേർത്ത് നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ജൂനിയർ, അതും ഒരു അഭിഭാഷകയാണ്, ആ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേൽക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് പുറത്തു വരുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ 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 ക്രൂരമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഭാഷക തന്നെ 5 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഈ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. അന്ന് ക്ഷമ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്രയും വലിയ മർദ്ദനം, അത് ഒരു ഗർഭിണിയെ അടിച്ചിട്ട് ആ ഗർഭിണി ഒരു കേസ് പോലും കൊടുക്കാതെ ക്ഷമ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള അവസരം കൊടുത്തു, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴി തേടിയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, വഞ്ചിയൂരെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ പോലും അടിച്ചൊതുക്കിയ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ആ വഴി ഇപ്പോഴും പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വാർത്ത ചെയ്തുകൊണ്ട് നാളെ രാവിലെ എനിക്ക് അതുവഴി പോകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, വഞ്ചിയൂരെ മാധ്യമപ്രവർത്തകർക്ക് അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല, പരസ്പരം രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല, അവർ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വരുമ്പോൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയം അനുസരിച്ച് ഓരോരുത്തരെ എറിഞ്ഞു കൊടുക്കുന്നതിൽ എല്ലാവരും തൃപ്തരാണ്. പ്രത്യേകിച്ച് CPM ആണല്ലോ കൂടുതലുള്ളത്. അതുകൊണ്ട് CPM-കാർ മറ്റുള്ള മാധ്യമപ്രവർത്തകരെ ഇവർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ജാഗരൂകരായിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക നമുക്കറിയില്ല. ഏതായാലും വഞ്ചിയൂരെ, അതായത് ജില്ലാ കോടതിയിലെ ഒരു അഭിഭാഷകൻ കൂടെയുള്ള, അത് നീതി വാങ്ങുന്ന, നാട്ടിലുള്ളവർക്കൊക്കെ നീതി, അടിക്കുന്നതിനും ഗാർഹിക പീഡനത്തിനുമെതിരെയൊക്കെ സ്ത്രീകൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ നടക്കുന്ന അഭിഭാഷകനാണ് ഇത്തരത്തിലൊരു സ്ത്രീയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും 5 മാസം മുമ്പ് അടികൊണ്ടെങ്കിൽ, 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അടികൊണ്ടെങ്കിൽ ഈ അഭിഭാഷക എന്തുകൊണ്ടാണ് അന്ന് അത്തരത്തിലൊരു പരാമർശം, അല്ലെങ്കിൽ അത് ക്ഷമ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണഗതി ഇപ്പം മാധ്യമപ്രവർത്തകരാണ് നമ്മളൊക്കെ. കേരളത്തിലെ സ്ത്രീകളെല്ലാം തൊഴിലിടങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, ഒരു സംശയവുമില്ല. 99% സ്ത്രീകളും തൊഴിലിടങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ആ പ്രശ്നം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ 99% അനുഭവിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ഏതെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാധ്യമപ്രവർത്തനവും അഭിഭാഷക വൃത്തിയൊക്കെ പുരുഷ കേന്ദ്രീകൃത ലോകമാണ്. മാധ്യമപ്രവർത്തനത്തിലും അങ്ങനെ തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ഈ സീനിയേഴ്സിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നവർക്കും, മാധ്യമപ്രവർത്തകരായാലും അല്ലെങ്കിൽ ഈ അഭിഭാഷകരായാലും ഓരം ചേർന്ന് നിന്ന് അവരോടൊപ്പം എന്തും ചെയ്ത് പ്രവർത്തിച്ച് ജീവിക്കുന്നവർക്കും ഒന്നും പ്രശ്നമുണ്ടാവില്ല. അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ, ഒരു സിസ്റ്റത്തിനെതിരെ, അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും. ഒരു കോടതിയിൽ അല്ലെങ്കിൽ ഒരു അഭിഭാഷകന്റെ ഓഫീസിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ഒരു അഭിഭാഷകൻ നിയന്ത്രിക്കുന്നു. ആ അഭിഭാഷകനായിരിക്കും ഒരുപക്ഷെ എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ആരെങ്കിലും പോയി കുത്തിക്കൊല്ലാൻ പറഞ്ഞ, സീനിയർ അഭിഭാഷകൻ പറഞ്ഞാൽ ചെയ്യേണ്ടി വരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഇടയിലും അങ്ങനെയാണ്. ഞാൻ എന്നെ കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അതിന് അഭിഭാഷകർ ഒരിക്കലും ഒരുപക്ഷെ എന്നോട് ദേഷ്യപ്പെടേണ്ടതില്ല. ഞാൻ മാധ്യമപ്രവർത്തകരുടെ കാര്യം കൂടിയാണ് പറയുന്നത്. ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. വേറൊരു രാഷ്ട്രീയവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവും കൂടാതെ ഞങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഞങ്ങളെ ആക്രമിച്ചത് വെർബലിയാണ്. ഫിസിക്കലി ആക്രമിക്കാൻ വന്ന്, വെർബലി ആക്രമിച്ചപ്പോൾ പോലും ഞങ്ങൾ ചെറുത്തു നിൽപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. ഫിസിക്കലി ആക്രമിക്കാൻ വന്നാൽ പിന്നെ ഞങ്ങൾ അവരെ വെച്ചേക്കില്ലായിരുന്നു. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് നമുക്ക് എവിടെയാണ് ഒരു അതിർത്തി എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. എവിടെയാണ് നമുക്ക് ഒരു അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിയർ വേണമെന്നൊന്നുമില്ല കേസ് നടത്താൻ. കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷക എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് സീനിയർ ആയ ഒരാളാണ്. പക്ഷെ അപ്പോൾ അത്രയും നന്നായി പണിയെടുക്കുന്ന അഭിഭാഷകയായി അവർക്ക് വേറൊരു ഓഫീസ് തേടാമായിരുന്നു, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് വിട്ടിട്ട് സ്വന്തമായി പ്രാക്ടീസിലേക്ക് പോകാമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അത്ര ഓപ്ഷൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തനമൊക്കെ വന്നതോടുകൂടി അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം മറ്റു രീതിയിലേക്ക് തുടരാനുള്ള കാരണം പോലും ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായും സ്ത്രീകൾ ഒരുപാട് പുരോഗമിച്ചു, വിദ്യാഭ്യാസപരമായ ഉന്നതിയിലെത്തി എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ആവുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു കുറവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടാണല്ലോ, സെലിബ്രിറ്റികളായി നിൽക്കുന്ന സിനിമാ നടിമാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്.
അപ്പൊ ഇത്തരത്തിൽ തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മളെ ഫിസിക്കലി മെന്റലി വെർബലി ഒക്കെ ടോർച്ചർ ചെയ്താൽ തന്നെ നമ്മൾ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നമുക്കും പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അവകാശമുള്ളവരാണ് ഇവിടുത്തെ സ്ത്രീകൾ. അത്തരം സ്ത്രീകളെ ആ തൊഴിലിടങ്ങളിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യത്തിൽ അത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള, ഇപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും ഒക്കെ കത്തിക്കുന്ന കാമുകന്മാരെ പോലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് പോലും ഇത്തരത്തിലുള്ളൊരു ക്രൂരത ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത്, ഇയാളോടൊപ്പം ജീവിക്കുന്ന ഇയാളുടെ ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമെന്നാണ്. അതായത് ഓഫീസിലുള്ള ഒരു ജൂനിയറിനോട് ഇത്തരത്തിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇയാൾ ഒരു സമൂഹത്തിൽ ഒരു വീട്ടിൽ ഒരു ഭർത്താവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കുമ്പോൾ ഇയാൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതാണ്. മോപ്സ്റ്റിക് കൊണ്ടാണ് ഇയാൾ അടിച്ചത്. മോപ്സ്റ്റിക് കൊണ്ട് അടിക്കുമ്പോഴാണ് അത്രയും വലിയ പാട് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല, ഇന്നലെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായി, മാധ്യമങ്ങളെല്ലാം ഈ സംഭവം ഏറ്റെടുത്തു. അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പോലീസ്. അതായത് ഒരു അഭിഭാഷകയ്ക്ക് നേരെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീ സമത്വം പറയുന്ന, സ്ത്രീ സംരക്ഷണം പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ നിമിഷം വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഞ്ചിയൂർ കോടതിയിലേക്ക് പോലീസ് ചെന്നിരുന്നു എന്നാണ്. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പക്ഷേ ബാർ അസോസിയേഷൻ നിവർത്തി കെട്ടി ഇതൊരു വാർത്തയാകുമെന്ന് വന്നപ്പോഴാണ് ഈ നടപടികളിലേക്കൊക്കെ, ഇപ്പൊ പുറത്താക്കൽ നടപടികളിലേക്കൊക്കെ കടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ അഭിഭാഷകരും ജേർണലിസ്റ്റുകളും തമ്മിലുള്ള ഒരു വാർത്തയെ സംബന്ധിച്ച് എറണാകുളത്ത് തുടങ്ങിയ ഒരു തർക്കമാണ്. ഒരു സ്ത്രീക്കെതിരെ മോശമായി പെരുമാറിയ ഒരാളെ സംബന്ധിച്ച് വാർത്ത മോശമായി റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട്, ഒന്നോ രണ്ടോ വരികളിൽ എവിടെയോ ഉണ്ടായ തെറ്റും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് കേരളത്തിലൊട്ടാകെ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ അഭിഭാഷകരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോലും പോയത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ലോ കോളേജിലൊക്കെ പഠിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയം വളർത്താനുള്ള 90% രാഷ്ട്രീയം വളർത്താനുള്ള ആൾക്കാരും ലോ വളരെ കൃത്യമായി തന്നെ പഠിച്ച് അല്ലെങ്കിൽ ലോ തന്നെ പഠിക്കണം എന്നിട്ട് നിയമവൃത്തിയിലേക്ക് പോകണമെന്ന് പറയുന്നവരും തമ്മിലുള്ള അന്തരം അവിടെയുണ്ട്. അത്തരത്തിലുള്ളവർ ജഡ്ജികളായും അല്ലെങ്കിൽ നല്ല പ്രാക്ടീസിലേക്കൊക്കെ മാറുമ്പോൾ ഈ ഒരു 60% അല്ലെങ്കിൽ 40% പേര് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ പല കോളേജുകളിലും രാഷ്ട്രീയത്തിന് പരമായും ഒക്കെ പ്രവർത്തിച്ചു വരുന്നവരാണ് പലപ്പോഴും ഈ അഭിഭാഷകരായി തന്നെ എത്തുന്നത്. മാധ്യമപ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് ഈ അടിക്കാനും ഇടിക്കാനുമുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ട്, അടിക്കാനും ഇടിക്കാനും ഇല്ലെങ്കിലും ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ കള്ളുകൂടി ചാടുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഉച്ച കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്ത മാധ്യമപ്രവർത്തകരെയാണ് 90% കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ കുപ്പിയുണ്ടോ എന്ന് അറിയാനാണ് പലരും വരുന്നത്. അല്ല സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് ചർച്ച നടത്താനോ ഒന്നുമല്ല. അവിടെയും സ്ത്രീവിരുദ്ധതയാണ്. ഞാൻ പോലും ഒരു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പറഞ്ഞൊരു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതല്ലാതെ പുരോഗമനം എന്ന് പറയുന്നത് ചില സെർട്ടൻ അരാജകത്വത്തിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ പുരോഗമനം എന്താണ്? ഇവർ പറയുന്ന പുരോഗമനം എന്താണ്? കേരളത്തിലെ CPM പറയുന്ന സ്ത്രീകളെ പുരോഗമനവാദിയാക്കിയതാണ്. എന്ത് പുരോഗമനമാണ് കേരളത്തിലെ CPM സ്ത്രീകൾ നൽകിയിട്ടുള്ളത്? നമുക്കറിയാം, പി ശശിയുമായി ബന്ധപ്പെട്ടും PK ശശിയുമായി ബന്ധപ്പെട്ടും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തീവ്രത അളക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ കേസിലും, ഇതൊരു CPM-കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേസിലും ഈ അടിയുടെ തീവ്രത അളന്നുകൊണ്ട് ഇപ്പോ നമ്മുടെ ശ്രീമതി ടീച്ചർ ആണെങ്കിൽ ഇപ്പോ സതീദേവി ആണെന്ന് തോന്നുന്നു വുമൻസ് കമ്മീഷന്റെ, ഏതായാലും തീവ്രത അളക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. ആ തീവ്രത അളന്നുകൊണ്ട് ഈ കേസിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതെ, അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ കാര്യമായ ഒന്നും സംഭവിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ്. കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഈ അഭിഭാഷകയ്ക്ക് പിറകിൽ അണിനിരക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട നീതി നേടിക്കൊടുക്കാൻ സ്ത്രീകൾ ഒന്നടങ്കം ഇറങ്ങേണ്ട സാഹചര്യമുണ്ട് എന്നുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയുമാണ്.